Namah Parvate Pade Har Har Mahadev. We need to continuously pray because things are not smooth in Kailash Mansarovar Yatra. ആ സംഭവത്തിന് ശേഷം നിങ്ങൾ ഹൗ യു റെസ്പോണ്ട് ടു ദറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്, അതിന്റെ അളവിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ന ആൾക്ക് കുതിര വേണ്ടി വരും, ഇന്ന ആൾക്ക് കുതിര വേണ്ടി വരില്ല. നിങ്ങൾക്ക് എവിടുന്ന് നോ കിട്ടുന്നു അവിടെ നിങ്ങൾ മടങ്ങി വരാം, അവിടുന്ന് മടങ്ങി വരാം. നിങ്ങൾ വാശി പിടിച്ച് പോകരുത്. കാരണം ഇതിന് അനുഭവസ്ഥരായതുകൊണ്ട് നമ്മൾ പറയാണ്, ഒരു മലയ്ക്ക് നിങ്ങളുടെ മുകളിൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ പറ്റും, ഇത്രയേറെ നിങ്ങളുടെ മുകളിൽ അതീശത്വം സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. When you get a no, that is a no. That no comes from him. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭഗവാന്റെ പ്രസാദം പോലെ ഒരു രുദ്രാക്ഷമാല എല്ലാ തീർത്ഥാടകർക്കും അവർ സമ്മാനിച്ചു. നമസ്കാരം. കൈലാസം തേടിയുള്ള നമ്മുടെ പുണ്യയാത്രയുടെ 2-ാം അധ്യായത്തിലേക്ക്, കൈലാസ തീർത്ഥത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കൈലാസ തീർത്ഥത്തിന്റെ 1-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടത് ആ മഹായാത്രയ്ക്ക് വേണ്ടി നമ്മൾ നടത്തിയ ഒരുക്കങ്ങളാണ്. ഇന്ന് 2-ാം അധ്യായത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് മഹാദേവന്റെ മണ്ണിലേക്കുള്ള നമ്മുടെ യാത്രയുടെ തുടക്കമാണ്. അനന്തപുരിയിൽ നിന്ന് തുടങ്ങി ഇന്ദ്രപ്രസ്ഥത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ട് നേപ്പാളിലേക്കുള്ള ആ യാത്രയെക്കുറിച്ച്. ഏതൊരു ശുഭകാര്യത്തിനും വിഘ്നവിനാശകനായ മഹാഗണപതിയുടെ അനുഗ്രഹം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തെ പഴവങ്ങാടി മഹാഗണപതി ക്ഷേത്രത്തിലെത്തി നാളികേരം മുടച്ചതിന് ശേഷമാണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുമ്പോൾ ഇനി മഹാദേവനിലേക്ക് എത്ര ദൂരം എന്ന ചിന്ത മാത്രമാണ് ഞങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഗണപതി ഭഗവാനെ വണങ്ങി മറ്റു ടീമംഗങ്ങളോട് യാത്ര പറഞ്ഞ് തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോകുമ്പോൾ ഇനി മഹാദേവനിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന ചിന്ത മാത്രമായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ 4 മണിക്കൂർ നീണ്ട വിമാനയാത്രയ്ക്കൊടുവിൽ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിലേക്ക് പറന്നിറങ്ങി. അവിടെ നിന്ന് തീർത്ഥയാത്ര ഒരുക്കിയ ഹോട്ടൽ മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ഞങ്ങളെ കാത്തിരുന്നത് ഞങ്ങൾക്കൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുന്ന ഒരു കൂട്ടം ശിവഭക്തരായിരുന്നു. ലോകത്തിലെ പല ഭാഗങ്ങളിൽ നിന്നെത്തിയ ഒരു കൂട്ടം ശിവഭക്തരുടെ ഒരു മഹാസംഗമം കൂടിയായിരുന്നു അന്ന് ഇന്ദ്രപ്രസ്ഥത്തിൽ നടന്നത് എന്ന് പറയാം. കേരളത്തിന്റെ വിവിധ ഭാഗത്തു നിന്നുള്ളവർ, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ, പിന്നെ വിദേശത്ത് നിന്ന് വരെ ആളുകൾ ആ തീർത്ഥയാത്രയിൽ പങ്കെടുത്തിരുന്നു. ഏകദേശം 95 പേരടങ്ങുന്ന ഒരു സംഘം അന്ന് ഒരു കുടുംബമായി മാറുകയായിരുന്നു ആ ഹോട്ടൽ മുറിയിൽ വെച്ച്. അവരെല്ലാം കോർത്തിണക്കിയത് ഒരേ ഒരു മന്ത്രമായിരുന്നു, ഓം നമഃ ശിവായ. അന്ന് വൈകുന്നേരം തീർത്ഥയാത്ര ഞങ്ങൾക്ക് വേണ്ടി ഭക്തിസാന്ദ്രമായൊരു പ്രാർത്ഥന ആ ഹോട്ടലിൽ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ഭഗവാന്റെ പ്രസാദം പോലെ ഒരു രുദ്രാക്ഷമാല എല്ലാ തീർത്ഥാടകർക്കും അവർ സമ്മാനിച്ചു. ആ മാല കഴുത്തിൽ ചാർത്തിയപ്പോൾ ഒരു പ്രത്യേകതരം ഊർജമാണ് അനുഭവപ്പെട്ടത്. തുടർന്ന് ഏറെ നിർണായകമായ ഒരു ബ്രീഫിംഗ് സെക്ഷൻ ആയിരുന്നു.
ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ രൂപരേഖ ആ ബ്രീഫിംഗ് സെക്ഷനിൽ മധുചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു തന്നു. നമഃ പാർവതീ പദേ ഹര ഹര മഹാദേവ്. 3 ഭാഷയും കമ്പൈൻ ചെയ്തുകൊണ്ട് പോവാം. മലയാളം ആണ് കൂടുതൽ മെജോറിറ്റി. മലയാളം പറയാം, ഇംഗ്ലീഷ് പറയാം, ഹിന്ദി പറയാം. ഈ രീതിയിൽ നമുക്ക് കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് പോവാം. അപ്പോൾ കൈലാസ യാത്രയുടെ അൺസർട്ടനിറ്റി അതൊരു ബിഗ്ഗസ്റ്റ് ഫാക്ടറാണ്. കൈലാസ യാത്രയുടെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ യാത്ര നേപ്പാളിൽ എത്തുന്ന സമയത്തായിരിക്കും നമുക്ക് നമ്മുടെ വിസ കിട്ടുന്നത്. അപ്പോൾ സോഫാർ പോയ ബാച്ചുകളിൽ പലർക്കും പല പ്രശ്നങ്ങളും വന്നിട്ടുണ്ട്. ചെറിയ പ്രശ്നം നമ്മുടെ ബാച്ചിനും വന്നു. ഞാൻ പറഞ്ഞല്ലോ 3 പേരുടെ പെർമിറ്റ് അവർ വിതൗട്ട് എനി റീസൺ 3 പേരുടെ പെർമിറ്റ് അവർ ഇഷ്യൂ ചെയ്തില്ല. അപ്പോൾ നമ്മളത് ഫോളോ അപ്പ് ചെയ്തു. അത് ഇന്നലെ ഈശ്വര സഹായം കൊണ്ട് പെർമിറ്റ് ഇഷ്യൂ ആയിട്ടുണ്ട്. ഇനി വി എക്സ്പെക്ട് അവർ വിസ will be there by 18th. 19th we can enter to China. So today we are going to Nepal. हम नेपाल में घूमेंगे आज नेपाल में पहुंचने के बाद सब सामान हम कलेक्ट कर लेंगे, सब इकट्ठा कर देंगे. 17th we will have a single day tour in Kathmandu. 19th we will enter into Nepal. So by 18th we will be getting 18th we will go to the Nepal border, Nepal China border. By that time we will have our visa hopefully. അപ്പോൾ we need to continuously pray because things are not smooth in Kailash Mansarovar Yatra. First of all, few things you need to remember throughout this journey. First thing is to always wear an ID card. Always. Whenever you are going outside, you wear the ID card. This will help you in a lot of ways that which we will later come to know. Second thing, whenever you are going outside, according to the instructions given by the guides, you should wear clothes properly. Then all your baggages should have the proper luggage tag. So always make sure your luggage is having the proper tagging so that it can be recognized and properly brought into your custody. So always keep the luggage tags on your luggages. Third thing, whatever we have given like the hat, bottle, and the bags, everything should be named. You should make a mark or you should make something which will make it recognizable. So properly name your bags, hats, and your luggage, luggage tags, your whatever is given to you, the water bottles, everything. Please name it properly. Otherwise, there is a big chance that many will lose their property and they will start blaming others. പിന്നെ നമ്മൾ ഒരു ചില കണ്ടീഷൻസ് വാശി പിടിക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആദ്യമേ ഇന്നലെ പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങൾ എന്തെങ്കിലും ആണ് എന്നുള്ള സങ്കല്പങ്ങളൊക്കെ നമ്മളിവിടുന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ ഉപേക്ഷിക്കുക. കാരണം ഈ യാത്രയിൽ ഇതൊന്നും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ ഇവിടുന്ന് കയറുമ്പോൾ തന്നെ ഉപേക്ഷിക്കുക. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒരു വിനീതനായ ഒരു ഭക്തനായിട്ട് നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും. എല്ലാ അഹങ്കാരങ്ങളും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. പക്ഷെ നമ്മുടെ കപ്പ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോകുന്നിടത്ത് നമുക്ക് ഒന്നും ഒഴിച്ച് കിട്ടാൻ പോകുന്നില്ല. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മുടെ കപ്പ് ഫുള്ളാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നും ഒഴിച്ച് കിട്ടാൻ പോകില്ല. ഇപ്പോൾ എംപ്റ്റി യുവർ കപ്പ്, അപ്പോഴേ നിങ്ങൾക്ക് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുള്ളൂ. നിങ്ങളെല്ലാം അറിയുന്ന ആളാണ്, എനിക്ക് എല്ലാ സംഭവങ്ങളെ പറ്റി നല്ല ധാരണയുണ്ട് എന്ന് പറഞ്ഞ് പോയാൽ നിങ്ങളുടെ കപ്പ് ഫുള്ളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് അതിലേക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ എംപ്റ്റി യുവർ കപ്പ്, നിങ്ങൾ എന്തൊക്കെയായിരിക്കാം എല്ലാം അൺഡു ചെയ്യും, എല്ലാം ഫോർഗറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ പോകുമ്പോൾ ഒരു പുതിയ ആളായിട്ട്, ഒരു സീക്കറായിട്ട് നിങ്ങൾ പോയാൽ യു വിൽ ഗെറ്റ് പ്ലൻറ്റി. സാഗയിലെത്തുമ്പോൾ നമുക്കൊരു 5000 ഫീറ്റിൻ്റെ 6000 ഫീറ്റിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് ഗെയിൻ ഇൻ എ സിംഗിൾ ഡേ വിത്തിൻ ഫ്യൂ അവേഴ്സ് സംഭവിക്കുന്നുണ്ട്. ആ സംഭവത്തിന് ശേഷം നിങ്ങൾ ഹൗ യു റെസ്പോണ്ട് ടു ദറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്, ഹൗ മച്ച് ഇറ്റ് ഈസ് ഇൻ യു ഹൈ ആൾട്ടിറ്റ്യൂഡ് സിക്നസ്, അതിൻ്റെ അളവിൽ നമുക്ക് പറയാൻ പറ്റും ഇന്ന ആൾക്ക് കുതിര വേണ്ടി വരും, ഇന്ന ആൾക്ക് കുതിര വേണ്ടി വരില്ല. അപ്പം അങ്ങനെ നമ്മൾ പറയുമ്പോൾ പ്ലീസ് ഒബേ. നിങ്ങളവിടെ തർക്കിക്കുകയാണെങ്കിൽ നമ്മൾ തർക്കിക്കാൻ നിൽക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് നടക്കാൻ പറ്റിച്ച നടന്നോളൂ എന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിടും. ആദ്യം 1-2 തവണ നമ്മൾ സ്നേഹത്തിൽ പറയും, വേണ്ട നിങ്ങൾ കുതിര എടുത്തോളൂ. ഇല്ലില്ല ഞാൻ നടക്കും, ഞാൻ പണ്ട് ഇവിടുന്ന് അവിടേക്ക് നടന്നിട്ടുള്ളതാണ്, ഞാൻ പദയാത്ര ചെയ്തിട്ടുള്ള ആളാണെന്നൊക്കെയാണ് തർക്കിക്കുക ആൾക്കാർ. അപ്പോൾ 2 പ്രാവശ്യം പറഞ്ഞിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യും. ശരി നിങ്ങൾ നടന്നോളൂ എന്ന് പറയും. ഇങ്ങനെ നടക്കാൻ പറയുന്ന ആൾക്കാർ 99.99 കേസിലും നിങ്ങൾ ആ യാത്ര കംപ്ലീറ്റ് ചെയ്യില്ല. ദിറാപ്പുക്ക് വരെ നമ്മളെല്ലാവരും എത്തും, ഓൾമോസ്റ്റ് എല്ലാവരും ദിറാപ്പുക്കിലെത്തും, ദർശനം കിട്ടും, അതിൽ വലിയ പ്രോബ്ലംസ് ഉണ്ടാവാൻ വഴിയില്ല. അൺലെസ് ദർ ഇസ് സം കൈൻഡ് ഓഫ് മെഡിക്കൽ കേസസ്, വി ഓൾ വിൽ റീച്ച് ദിറാപ്പുക്ക്.
We will go to the north face of Kailash and we will see Kailash from there. We can have Charan Sparsh Yatra as well. അതിനപ്പുറത്ത് പോകുന്ന ദിവസം the second day of the parikrama is 10 kilometers. The initial 10 kilometers, 6 kilometers of steep climb and 4 kilometers downward climb. So what will happen? On those days, the day before we commit this journey, the Chinese people will take your oxygen count. We will not be there. The Chinese guides will come and directly take your oxygen count. If the oxygen count is less than 60, then no way you are going to make that trip. They will not allow you to go there. If it is around 60, which is the common number normally for those people who are not familiar with the terrain, that is the common number. If it is around 60, you have a horse, then you will be allowed to do the trip. If it is above 80, you can walk, no problem. There is no issue. So if you fall under 80 and in between 60 and you don't have a horse, then they will send you back from Dirapuk to Darjan. അത് നിങ്ങൾ പ്രത്യേകിച്ചും ഹൈ ആൾട്ടിറ്റ്യൂഡ് വിൽ നിങ്ങളുടെ ടെമ്പർ കുറച്ച് ലൂസാവും. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും, നമുക്കറിയാതെ. വെൻ യു റീച്ച് ഹൈ ആൾട്ടിറ്റ്യൂഡ് നിങ്ങളുടെ ടെമ്പർ ഭയങ്കര ലൂസായിരിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും, വളരെ പെട്ടെന്ന് നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവും. നിങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ആ ആൾട്ടിറ്റ്യൂഡും താഴെ വരുമ്പോൾ നിങ്ങൾ വീണ്ടും പഴയ മനുഷ്യരായിട്ടുണ്ടാവും, സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ബട്ട് ദേർ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യത, പെട്ടെന്ന് ഇറിറ്റേഷൻ വരും. അപ്പോൾ ആ സന്ദർഭത്തിൽ ചൈനീസ് ഗൈഡുകളോട് നിങ്ങൾ ദേഷ്യപ്പെടാനോ തർക്കിക്കാനോ പോയാൽ പിന്നെ നിങ്ങൾക്ക് ആ ദേഷ്യം കുറയ്ക്കാൻ 3 മാസം സമയം കിട്ടും. ആൻഡ് വി ഗെറ്റ് ദ വിസ ഫോർ ഓൺലി 9 days. So that is also there. If we get the visa 15 days before or 1 month before, then we have an opportunity of revising that list. We get the visa, you just enter. If you get 18th visa, 19th will be your entry, and after 9 days you should be out from this place. So it is a very tight window, very tight window. We have nothing to do, just pray to Bholenath to get us the visa, everybody. So that's why I told you, until this trip is over, I will request you people to keep on praying to Bholenath to make this happen. After this yatra, I don't have to tell you, after this yatra, you people will anyway in its touch for the remaining part of your life. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചും ദുർഘടമായ പാതകളെക്കുറിച്ചുമെല്ലാം ആ ബ്രീഫിംഗ് സെക്ഷനിൽ വിശദമായി തന്നെ പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഏത് വെല്ലുവിളികളെയും തരണം ചെയ്യാൻ ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള വിശ്വാസം എല്ലാവരുടെയും കണ്ണുകളിൽ തിളങ്ങി നിന്നു. Now we are at Yamadwar. From Yamadwar our trek starts. Those who have hired horse, you will get the horse there. Then you start, and those who are walking, you can start walking early because the horse will anyway overtake you. So 13 kilometers journey is there to reach Kailash Mansarovar, the north face of Kailash Mansarovar, which is Dirapuk camp, where we will stay one night. So during this journey, you are starting from Yamadwar, which is the south face of Kailash, and you will pass through the western face of Kailash. While going there, you will come to know when you are reaching, even nobody is with you, you will come to know because they have decorated that area in that way with the 5 color flags and all those things. And you will see the face of Kailash over there. It's majestic. You won't miss it. So you will see the western face and you will reach north face by Dirapuk, that is 13 kilometers. According to me, if you start by 10 o'clock, we will be there by 3 o'clock, we will be reaching Dirapuk. Everybody normally reaches by 3 o'clock at Dirapuk. Horse people may reach a bit early also. Then once in Dirapuk, your first duty is to leave your luggages over the camp. Check in, leave your luggages over the camp. Make yourself, take some rest and make yourself comfortable. Have some snacks, some water, and refill your energy. Then you can start your journey towards Charan Sparsh. So this Dirapuk camp is almost 4.5 kilometers away from Kailash, the base of Kailash. So this 4.5 kilometers is a steep climb. No comfort over there. It's a very steep climb and it's a tough terrain. And when you start towards Kailash, the moment you get first no signal inside your mind, come back.
The moment you feel like, bus, this is my place, that's your place. Never force yourself, never get influenced by anybody to go further. Kailash is not a normal ice-capped mountain. Kailash is a source of tremendous energy, which you are going to realize. When you are in the Kailash Parikrama, you will feel the energy of that mountain. But when you are trying to do the Charan Sparsh, you are trying to go closer to the Charan Sparsh. Charan Sparshathilekku നിങ്ങൾ അടക്കുന്ന ഓരോ നിമിഷത്തിലും കൈലാസത്തിൻ്റെ എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾക്ക് മതിയായി നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആദ്യത്തെ കമാൻഡിൽ നിങ്ങൾ തിരിച്ചു പോരണം. ഇവിടെ ഒരു കോമ്പറ്റീഷനും ഇല്ല കേട്ടോ. ദർ ഇസ് നോ കോമ്പറ്റീഷൻ, ദർ ഇസ് നോ ഫസ്റ്റ് പ്ലേസ്. അവൻ അതുവരെ പോയി അതുകൊണ്ട് ഞാനും പോവും. നോ, നിങ്ങൾക്ക് എവിടുന്ന് നോ കിട്ടുന്നു അവിടെ നിങ്ങൾ മടങ്ങി വരിക. നിങ്ങൾ വാശി പിടിച്ച് പോകരുത്. കാരണം ഇതിന് അനുഭവസ്ഥരായതുകൊണ്ട് നമ്മൾ പറയാണ്. ഞാനും മുരളിയേട്ടനും കഴിഞ്ഞ തവണ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി കൈലാസത്തിനെ പോയി തൊടാൻ വേണ്ടി ശ്രമിച്ച് പോയി അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷെ പിന്നത്തെ 3 ദിവസം അദ്ദേഹം പഞ്ചകൈലാസിയാണ്. 5 കൈലാസം കയറിയിട്ടുള്ള ആളാണ്. 6 മാസം ഹിമാലയത്തിൽ തന്നെ താമസിക്കുന്ന ആളാണ് മുരളിയേട്ടൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു കോൺഫിഡൻസിലാണ് പോകുന്നത്. ഞങ്ങൾ കാലങ്ങളായിട്ട് ശിവൻ്റെ ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് പിന്നെ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതില്ല പോകുന്നത്. പിന്നത്തെ അത് തൊട്ട് വന്നു, അതൊക്കെ റെഡിയാണ്, അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു, കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ പിന്നത്തെ ഒരു 3 ദിവസം ഞങ്ങൾ സർവൈവ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. കാരണം വെച്ചാൽ ഇറ്റ് ഗോട്ട് സം അതർ എഫക്ട്സ് ഓൾസോ. നിങ്ങൾക്ക് സൈക്കോളജിക്കൽ എഫക്ട്സുകൾ ഉണ്ടായിരിക്കും. യു വിൽ സ്റ്റാർട്ട് സീയിങ് വിഷൻസ്, യു വിൽ സ്റ്റാർട്ട് ഹിയറിങ് വോയിസസ്. നമ്മളിപ്പോൾ ആയിട്ടില്ല, നിങ്ങളായിട്ടുള്ളവരുണ്ടാവാം, എനിക്കറിയില്ല. പക്ഷേ നമ്മുടെ മനസ്സിൽ ആദ്യം കിട്ടുന്ന നോയിൽ നിങ്ങൾ തിരിച്ചു പോകുന്നു. കാരണം കൈലാസത്തിലേക്ക് പോയി അത് ഒരു നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത്, നോട്ട് എ ബാഡ് റിസൾട്ട്. അപ്പോൾ വേർ യു ഫീൽ ലൈക്ക് ദിസ് ഈസ് ഇനഫ്, വെൻ യു ഹിയർ ദ ഫസ്റ്റ് നോ, ദിസ് ഈസ് യുവർ പ്ലേസ്, അവിടുന്ന് വന്ദിച്ച് തിരിച്ചു പോകുന്നു കേട്ടോ. അവിടെ ഒരു വാശിയില്ല. അവൻ കയറി ഞാൻ കയറും, അവൻ പോയതിനേക്കാൾ ഒരു 2 അടി ഞാൻ മുന്നോട്ട് പോകും. ഈ വക ഒരു അഭ്യാസത്തിന് നിങ്ങൾ പോകരുത്. കൈലാസ് നിങ്ങൾ വിചാരിക്കുന്ന കുട്ടിക്കളിക്കുള്ള സ്ഥലമല്ല. സീരിയസ്ലി ഞാൻ പറയാണ്. നിങ്ങൾ അവിടെ എത്തുമ്പോൾ മനസ്സിലാക്കുക, ആ പർവ്വതത്തെ നിങ്ങൾ ഒരിക്കൽ അടുത്തുനിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവും. പോയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ദാറ്റ് വിൽ സ്റ്റാർട്ട് ഡോമിനേറ്റിംഗ് യു ലൈക്ക് എനിത്തിങ്. ഒരു മലയ്ക്ക് നിങ്ങളുടെ മുകളിൽ ഇത്രയും സ്വാധീനം ചെലുത്താൻ പറ്റും, ഇത്രയേറെ നിങ്ങളുടെ മുകളിൽ അതീശത്വം സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് ബിലീവ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഒരുപാട് മലകൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കില്ലേ. ഗോ ദേർ ആൻഡ് സീ വാട്ട് ഈസ് ഇറ്റ്. ചുമ്മാ അങ്ങനെ കുറേ ആൾക്കാർ ഇത് കാണാൻ കൊള്ളാന്നൊരു മലയാണ്, ഇതിൻ്റെ ശിവൻ്റെ ഇത് കാണാൻ ഭംഗിയുണ്ട്, ഇത് കൈലാസമാക്കാം എന്നുള്ളൊരു സംഭവത്തിലായിട്ടുള്ളതല്ലത്. ആ മല എന്താണെന്നുള്ളതും ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു, കാലങ്ങളായിട്ട് യുഗങ്ങളായിട്ട് അത് പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ മലയ്ക്ക് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എനർജി അറിയാം. നിങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്ന എനർജിയിൽ നിങ്ങൾ കൈലാസത്തിനെ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു യാത്രയായിട്ട് ഇത് മാറും. അതിനപ്പുറത്തേക്ക് പോയി നിങ്ങളുടെ ഒരു പൊതുവിൽ അപകടം ഉണ്ടാക്കാത്തൊരു സ്ഥിതി, അത് ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയും. ഒരാളോടും ചോദിക്കണ്ട, നിങ്ങളുടെ മനസ്സിൽ നോ പറഞ്ഞാൽ അവിടുന്ന് മടങ്ങിയോളൂ കേട്ടോ. രണ്ടാമതൊരു ചാൻസ് എടുക്കരുത്. നെവർ എവർ എവർ ട്രൈ ടു ഡ്രാഗ് യുവർ സെൽഫ് ടു ഓവർ ദെയർ. വെൻ യു ഗെറ്റ് എ നോ, ദാറ്റ് ഈസ് എ നോ. ദാറ്റ് നോ കംസ് ഫ്രം ഹിം. അതിനപ്പുറത്തേക്ക് പോകരുത്. ചരൺ സ്പർശ ശിലയുണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്ത്. അതിനപ്പുറത്തേക്ക് യോഗികളും സിദ്ധന്മാരോ പോകാൻ പാടുള്ളൂ എന്ന വിധി. അങ്ങനെയാണ് പണ്ട് നമ്മളൊക്കെ ആദ്യത്തെ കൈലാസം പോകുമ്പോൾ ചरण स्पर्शिला के आगे आने जाने नहीं देते थे ना दीदी. अभी तो क्या है, अभी वीडियो वाले बन गया, रील वाले बन गया, तो फिर सब क्या है, सबसे करीब जाने की कोशिश करते हैं. वीडियो रील तो बहुत अच्छा बनेगा, उसके बाद का जिंदगी क्या बनेगा वो बाद में उसका रील नहीं आएगा. तो बी केयरफुल. दिस इज अ वेरी पावरफुल माउंटेन. दिस इज अ वेरी पावरफुल माउंटेन. कभी ये गलती मत करना कि जब भी हमारे मन में ना आ गया तो फिर उसके आगे बढ़ना नहीं है. उधर ही आपका जगह है, उधर से आप प्रे करो. मिलियंस और मे बी ट्रिलियंस आर नॉट एबल टू रीच इवन दैट पॉइंट. So you are not the one who is back in the race. You are the one still ahead of trillions of people. അപ്പോൾ അങ്ങനെ വിളിച്ച് പോകുന്നുള്ളൂ. അപ്പോൾ ദിരാപ്പുക്കുന്ന് വന്ന് നമ്മൾ അന്ന് രാത്രി റെസ്റ്റ് ചെയ്യുന്നു. സെക്കൻഡ് ഡേ ഈസ് വെരി ക്രൂഷ്യൽ. കാരണം ഡോണ്ട് ഡ്രാഗ് യുവർ സെൽഫ്, ഡോണ്ട് പുട്ട് എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ് ഓൺ യു ഓൺ ചരൺ സ്പർശ്. ബിക്കോസ് നെക്സ്റ്റ് ഡേ നിങ്ങളുടെ പരിക്രമ പൂർത്തിയാവണമെന്നുണ്ടെങ്കിൽ ദ ചൈനീസ് പീപ്പിൾ വിൽ ബി ടെസ്റ്റിംഗ് യുവർ ഓക്സിജൻ ആൻഡ് ഹാർട്ട് ബീറ്റ്. വി കനോട്ട് ഇൻ്റർഫെയർ. നമ്മൾ കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് റിപ്പോർട്ടുമ്പോൾ അത് പോവില്ല. ദേ വിൽ ചെക്ക് പേഴ്സണലി. ആൻഡ് ഇഫ് യു ഫോൾസ് ബിലോ 60 യു വിൽ ഗോ ബാക്ക് ടു ദാർശൻ.
If you are between 60 and 80 and you have a horse, you can continue the journey. If you are above say 80, you can continue without a horse. That is not a problem. So that day taking rest is very important. At night, people, even Manasarovar and Kailash Manasarovar, people prefer to stay outside the camp to see Kailash and Manasarovar. Both are okay. Manasarovar is still okay. You can go and stay outside. Manasarovar ne patti there is a saying that Manasarovar mein jo celestial bodies come to take a dip. അപ്സരസുകൾ വരുന്നു എന്നുള്ള പ്രതീക്ഷയിൽ പോകുന്ന ആൾക്കാരുണ്ട്, അവർ കുളിക്കാൻ വരുന്ന കാണാൻ പോകുന്നവരുണ്ട്, ഗന്ധർവന്മാരെ കാണാൻ പോകുന്ന ആൾക്കാരുണ്ട്, സിദ്ധന്മാര്, ദേവിമാര്. അപ്പൊ ഈ പറയുന്ന സെലസ്റ്റിയൽ ബോഡീസ്, സ്വർഗ നിവാസികളായവർ കുളിക്കാൻ വരുന്ന തടാകമാണ് കൈലാസ് മാനസരോവർ എന്ന് പറയുന്ന ഒരു വിശ്വാസമുണ്ട്. പലപ്പോഴും നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അവരെ കാണാൻ വേണ്ടി രാത്രി കാലങ്ങളിൽ പോയി അവിടെ കാവലിരിക്കുന്നത്, ഞാൻ കാവലിരുന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്. പക്ഷേ അപ് ടു ദ കോൾഡ് ഗെറ്റ്സ് ഇൻ ടു യു, നിങ്ങൾക്ക് വല്ലാതെ തണുപ്പ് തോന്നി തുടങ്ങുമ്പോൾ നിങ്ങൾ സേഫ്റ്റിയിലേക്ക് തിരിച്ചു വരണം. കാരണം വെച്ചാൽ the goal is not to see the celestial bodies at Manasarovar at night. The goal is to do the parikrama complete. എല്ലാം എവിടെയാണോ നിങ്ങൾക്ക് ഇനഫ് ആവുന്നത്, then you have to stop it. Do not push yourself. ഓം നമ ശിവായ. ഇത് എൻ്റെ 27ാമത്തെ ട്രിപ്പാണ് കൈലാസത്തിലേക്ക്. ഇതിനു മുന്നേ 19 തവണ ഞാൻ ഗവൺമെൻറ് ടൂറിൽ പോയിട്ടുണ്ട്. ബാക്കി ഞാൻ പ്രൈവറ്റ് ടൂറിലാണ്. ഇത് എൻ്റെ 27ാമത്തെ തവണയാണ്. എല്ലാ അധികം ഫസ്റ്റ് ടൈമിൽ പോകുന്നതിനെക്കാട്ടിലും എക്സൈറ്റഡ് ആണ് എല്ലാ കൊല്ലവും. പറയാനാ പറ്റാത്തത്ര സന്തോഷം തോന്നുന്നൊരു അനുഭവമാണിത്. കാരണം ഞാൻ മനസ്സിൽ അത്രയും പോലും അങ്ങോട്ട് പ്രതീക്ഷിക്കാതെ എനിക്ക് കിട്ടിയ ഭഗവാൻ എനിക്കെന്നൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. ഭഗവാന്റെ എല്ലാം ബാക്കി ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാനെ കാണണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹത്തിൽ പോകുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ എന്തെന്ന് എനിക്ക് പറയാനറിയില്ല. എൻ്റെ ജീവിതം ഈ ജന്മത്തെ ഏറ്റവും വലിയ സ്വപ്നമാണ്, ആഗ്രഹമാണ്. അതാണ് ഇപ്പോൾ സാധിക്കാൻ പോകുന്നത്. നമഃശിവായ. ഹിമാലയത്തിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ലെന്നും വേണ്ട ജാഗ്രതകൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് കാവലായി തന്ന രുദ്രാക്ഷമാലയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഡൽഹിയിലെ ആത്മീയമായ ആ ദിവസത്തിനു ശേഷം അടുത്ത ദിവസം ഞങ്ങൾ നേപ്പാളിലേക്ക് യാത്ര തിരിച്ചു. വിമാനം ആകാശത്തിലേക്ക് കുതിച്ചുയരുമ്പോൾ ഭഗവാനിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നത് പോലെ തോന്നി. പുണ്യഭൂമിയായ നേപ്പാളിൽ എത്തിയാലാണ് ഭഗവാന്റെ വാസസ്ഥലമായ കൈലാസത്തിലേക്കുള്ള വഴി തെളിഞ്ഞു കാണുക. അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും മനസ്സിൽ ഓം നമഃ ശിവായ എന്ന മന്ത്രം മുഴങ്ങിക്കൊണ്ടിരുന്നു. ഭക്തിസാന്ദ്രമായി ആ യാത്ര തുടങ്ങുകയും ചെയ്തു. പൂജയ്ക്ക് ശേഷം നമുക്ക് എല്ലാവർക്കും ഒരു രുദ്രാക്ഷമാല ഈ യാത്രയിലുടനീളം ചേർത്ത് പിടിക്കാൻ മാനസരോവരിലും കൈലാസത്തിലും ഒക്കെ നമുക്കൊപ്പം യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം ശുഭകരമായി നടക്കുമെന്നുള്ള വലിയൊരു പ്രതീക്ഷയിൽ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ ഡൽഹി എയർപോർട്ടിലേക്കാണ്. അവിടുന്ന് കാഠ്മണ്ഡുവിലേക്ക് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങളുമായി കാഠ്മണ്ഡുവിൽ നിന്ന് കാണാം. പഴവങ്ങാടിയിലെ ഗണപതി നടയിൽ നിന്ന് തുടങ്ങി പ്രാർത്ഥനാപൂർണമായ ഡൽഹിയിലെ നിമിഷങ്ങളും പിന്നിട്ട് 95 ശിവഭക്തരുടെ മനസ്സ് ഇന്ന് ഒരുമിച്ച് നേപ്പാളിൽ നിൽക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലെ കാഴ്ചകളും യാത്രയും കൂടുതൽ ദിവ്യമാകാൻ പോകുന്നു. നേപ്പാളിലെ സുന്ദരമായ കാഴ്ചകളും പശുപതിനാഥന്റെ ദർശന പുണ്യവും ചേർന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം.
അതുവരയ്ക്കും ഒരേ മനസ്സോടെ നമുക്ക് ഓം നമഃ ശിവായ ജീവിക്കാം. നമസ്കാരം.